നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജ് കൂടെ ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ കേരളത്തിൽ ഒരു രൂപ എടുത്ത് പണ്ട് 100 രൂപ എടുത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 ലക്ഷം ഉണ്ടെങ്കിൽ പോലും അത് തികയാതെ വന്നിരിക്കുന്ന മലയാളികളുടെ ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ ഏത് കാര്യമായിക്കോട്ടെ, കേരളം കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ആരോഗ്യ മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, പണമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ആളുകളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണോ കേരളം മോഡലാക്കുന്നത്? മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകളെ കടമെടുക്കുന്ന അല്ലെങ്കിൽ കടക്കെണിയിലേക്ക് കടത്തിവിടുന്ന ഒരു സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണോ പിണറായി സർക്കാർ? പക്ഷേ ഇവിടെ വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരുടെ ആളുകൾ ഇപ്പോൾ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വെറുതെ മുഖം മിനുക്കുന്ന ചില പരിപാടികൾ നടത്തിക്കൊണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വൻപിച്ച വിജയം കൊയ്യാമെന്നുള്ള ചില PR വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതം പക്ഷേ വളരെ ദുരിതപൂർണമാണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞതേ ഉള്ളൂ. ആളുകളുടെ കയ്യിലിരുന്ന പണം മുഴുവൻ കമ്പോളത്തിൽ ഇറക്കിയിട്ട് ഇപ്പോൾ നിരാധാരരായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ 2 പ്രാവശ്യം ഈ പറയുന്ന സാധാരണക്കാരന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്ത് അവരുടെയൊക്കെ കൈയടി വാങ്ങാമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കമ്പോളത്തിൽ ഇപ്പോൾ അക്ഷയ സൂചിപ്പിച്ചതുപോലെ 100 രൂപയ്ക്ക് പോലും ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ 500 രൂപയും കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള സാധനങ്ങൾ പോലും വാങ്ങാൻ സാധാരണക്കാരന് കഴിയാതിരിക്കുന്നു എന്ന രീതിയിലേക്ക് വിലക്കയറ്റം വർദ്ധിച്ചിരിക്കുന്നു. ഏത് വസ്തുവാണ് ഇപ്പോൾ വില കുറച്ച് കിട്ടുന്നത്? ഇപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞു ഓണത്തിനൊക്കെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ഈ സിവിൽ സപ്ലൈ സ്റ്റോറുകളിലൊക്കെ സപ്ലൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടും അത്യാവശ്യ സാധനങ്ങൾക്കൊന്നും തന്നെ വില കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ GST തന്നെ 22 മുതൽ കുറഞ്ഞ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ അത് സാധാരണക്കാരനെ വാങ്ങുന്ന വസ്തുവിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമോ എന്ന് വിദഗ്ധന്മാർ പോലും സംശയിക്കുകയാണ്. കാരണം MRP വർദ്ധിപ്പിക്കും കടക്കാർ എന്നത് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ GSTയിൽ ഉണ്ടായിരിക്കുന്ന കുറവൊന്നും സാധാരണക്കാരന് ആശ്വാസകരമാവുകയില്ല എന്നാണ് ഇപ്പോൾ ഒടുവിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. സർക്കാർ തന്നെ കടക്കടിയിലായിരിക്കുന്നു. വൻപിച്ച കടമാണ് ഇപ്പോൾ സർക്കാരിന് മേൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സമാഗമം, അയ്യപ്പ സേവാ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ചില തട്ടിപ്പ് വേലകളൊക്കെ നടത്തി സാധാരണക്കാരനെ കയ്യിലെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒരു ഭാഗത്തൂടെ ദുർവ്യയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ തരത്തിൽ നടക്കുകയും സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതിന് ആശ്വാസം കൊടുക്കുന്ന ഒരു നടപടിയും ആത്മാർത്ഥമായി നടക്കുന്നില്ല. അക്ഷയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, തൊഴിൽ മേഖലയാകട്ടെ, അവിടെയൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. തൊഴിലില്ലാതെ ഇപ്പോൾ തന്നെ ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസ്ത വിദ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത അക്ഷയ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരം. ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് വിദേശ രാജ്യങ്ങളിലെ ഗുരുതരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പോലും പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അവർക്ക് ഒരു തരത്തിലും ഇവിടൊക്കെ നേരത്തെ കൊട്ടിഘോഷിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നുമില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഒരു തൊഴിലും സംരംഭം ആരംഭിക്കാൻ ഈ തിരിച്ചു വരുന്ന ആൾക്ക് കഴിയുന്നില്ല. ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നത്. വിദേശ നാണ്യ വരുമാനം കുറഞ്ഞിരിക്കുന്നു. വിദേശത്തു നിന്നുള്ള വലിയ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വരുന്നു. അതിനാണ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശ നാണ്യ നിക്ഷേപം പോലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേക ആളുകൾ തിരിച്ചു വരുന്നു. ഇവിടെ തൊഴിൽ ശരിയായി തുടങ്ങത്തക്ക ഒരു അന്തരീക്ഷം ഇപ്പോഴുമില്ല. നോക്കുകൂലിയും അതുപോലെ ട്രേഡ് യൂണിയൻ മിലിറ്റൻസിയും കൊണ്ടൊന്നും ഇവിടെ സംരംഭം തുടങ്ങാൻ ആർക്കും കഴിയുന്നില്ല. സാധനങ്ങൾക്ക് വിലക്കയറ്റമാണ്. സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ജീവിത നിലവാരം അനുസരിച്ചുള്ള DA കൊടുത്തിട്ട് അനേക വർഷങ്ങളായി. അങ്ങനെ ആകെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ധനപ്രതിസന്ധി ഉണ്ട് എന്ന് ഇതിനോടകം തന്നെ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന് ആശ്വാസകരമായിട്ടുള്ള ഫലകരമായിട്ടുള്ള ഒരു നടപടിയും
സർക്കാരിന്റെ ഭാഗത്തും ഇല്ല. സർക്കാരിന്റെ ധൂർത്തിന് ഒരു കുറവ് വരുത്തുന്നില്ല. അവശ്യ സാധനങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. ഉള്ളതിന് തന്നെ കടുത്ത വിലക്കയറ്റമാണ്. അരി, മണ്ണെണ്ണ, പഞ്ചസാര, ഭക്ഷ്യ എണ്ണ തുടങ്ങിയതിനൊന്നും. വെളിച്ചെണ്ണയുടെ ഒക്കെ വില ഇപ്പോഴും 480 500 ഒക്കെ ആകുകയാണ്. അവിടെ ഇവിടെയൊക്കെ ചില ആശ്വാസം ഉണ്ടെങ്കിൽ ഓണം കഴിഞ്ഞതോടുകൂടി പഴയ അവസ്ഥയിലേക്ക് വിലക്കയറ്റം പോയിക്കൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതുതന്നെയാണ് സഭയിൽ ഇന്ന് PC വിശ്വനാഥ് MLA പറഞ്ഞത്. അതായത് പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് തമേശ രൂപേണ പറഞ്ഞതെങ്കിലും പലപ്പോഴും പല വീടുകളിൽ ഇന്ന് വെളിച്ചെണ്ണ തന്നെ വാങ്ങാറില്ല. അത്തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അത്രത്തോളം കേര ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥിതി. ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി മറികടക്കാൻ ഇനി അധിക ദൂരം തന്നെ താണ്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സർക്കാരിന്റെ ഏറ്റവും പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക, അല്ലെങ്കിൽ നന്നാക്കിയ റോഡ് തന്നെ വീണ്ടും വീണ്ടും നന്നാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉദ്ഘാടന പദ്ധതികൾ നിറവേറ്റുക, ടൂറിസം വകുപ്പ്, അങ്ങനെ കുറച്ച് മോടി പിടിപ്പിക്കൽ മാത്രമാണ് നടത്തുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല, അല്ലെ? അക്ഷയ PR ഞാൻ നേരത്തെ സൂചിപ്പിച്ച അക്ഷയ PR വർക്കിലാണ് ഇനിയുള്ള 8 മാസം അവർ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അല്ലാതെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്കൊന്നും ശാശ്വതമായ പരിഹാരം കാണത്തക്ക രീതിയിലുള്ള ദീർഘകാല വീക്ഷണത്തോടെ ഒന്നും ചെയ്യുന്നില്ല. അക്ഷയ പറഞ്ഞതുപോലെ തന്നെ മുഖം മിനുക്കൽ പരിപാടിയാണ്. അവിടെ ഇവിടെയൊക്കെ കുറെ ഉദ്ഘാടനങ്ങൾ നടത്തുക. അങ്ങനെ നടത്തിയിട്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം, 3ാം ഊഴം 2026 ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് കള്ളപ്രചാരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എത്രയോ പ്രാവശ്യം ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ ആരോഗ്യരംഗത്തുണ്ടായ കെടുകാര്യസ്ഥതയെ കുറിച്ചൊക്കെ ധാരാളം ചർച്ച ചെയ്തല്ലോ. എന്ത് ആരോഗ്യമായി ഇതാ ഇന്നും പറഞ്ഞിരിക്കുന്നു. ഹൃദ്രോഗത്തെ ഹൃദയ ശസ്ത്രക്രിയക്കുള്ള ആവശ്യമായ ഉപകരണങ്ങൾ ഇപ്പോഴും പ്രശസ്തമായ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഇപ്പോഴും ഇല്ല. ഹൃദയ ശസ്ത്രക്രിയയൊക്കെ മാറ്റിവെക്കുകയാണ്. ഈ സാധാരണക്കാരനാണ് ഈ മെഡിക്കൽ കോളേജിൽ ആശ്രയം തേടുന്നത്. അവർക്ക് ഈ പറയുന്ന പോലെ 5 സ്റ്റാർ ഹോസ്പിറ്റലിലെങ്ങും പോകാൻ നിവർത്തിയില്ല. അവർക്ക് അഭയസ്ഥാനമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളും പ്രൈമറി ഹെൽത്ത് സെന്ററിലും ഒന്നും മരുന്നില്ല, ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ല. ഡോക്ടർമാർ പറഞ്ഞല്ലോ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാർഡിയോളജി വകുപ്പ് അധ്യക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്, ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഇവിടെ ഇല്ല, സാധനങ്ങളില്ല. ഏതാണ്ട് 39 കോടി രൂപയോളം സാധനങ്ങൾ കൊടുത്ത വകയിൽ ഇതിന്റെ ഉപകരണങ്ങൾ നൽകുന്ന സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കുടിശ്ശികയുണ്ട്. ആ സ്ഥാനത്താണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഹാരിസിന്റെ വകുപ്പിൽ 2 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അവിടെ തന്നെ കാരണം ഇപ്പോൾ ആരോഗ്യ മേഖലയിലടക്കം ഈ ഒരു പ്രതിസന്ധി വലിയ തരത്തിൽ തന്നെയാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.